ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം നഹൂം പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 18 വാക്യം. ക്ലയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനോടൊപ്പം എമ്മഊസിലേക്ക് യാത്ര ചെയ്ത ഒരു ശിഷ്യനായിരുന്നു ക്ലയോപ്പാവ്. എമ്മഊസ് ഏതൊരർത്ഥത്തിലും നിരാശയുടെയും പരാജയത്തിൻ്റെയും നിഴൽ മൂടപ്പെട്ട ഇടമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലെ ഒരു ഗ്രാമം, നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു ഗ്രാമം, നീതിക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒരു ഗ്രാമം, കൃഷിഭൂമി നഷ്ടമായവരുടെ ഗ്രാമം, അമിത നികുതി ചുമത്തപ്പെട്ടവരുടെ ഒരു ഗ്രാമം, സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീർപ്പ് മുട്ടുന്നവരുടെ ഗ്രാമം. ഈ ഇടത്തേക്കാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിനു ശേഷം ക്ലയോപ്പാവ് സഞ്ചരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന രണ്ടാമൻ ആരെന്നത് നമുക്ക് വ്യക്തമല്ല. എന്നാൽ അദ്ദേഹവും ഒരു ശിഷ്യനായിരുന്നു. അത്തരത്തിൽ പരാജയഭാവത്തിൽ മടക്കയാത്ര നടത്തുന്ന ശിഷ്യന്മാരായിരുന്നു ഇവർ. ഈ പ്രഭാതത്തിൽ ക്ലയോപ്പാവിനെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട് അവബോധമുള്ള ശിഷ്യനായിരുന്നു ക്ലയോപ്പാവ്. യെരുശലേമിൽ നിന്നും എമ്മഊസിലേക്ക് പോയ ഈ ശിഷ്യന്മാർ സമൂഹത്തിലെ നേതാക്കന്മാരോ പ്രമാണികളോ ആയിരുന്നില്ല. എന്നാൽ ആ നാളുകളിൽ അവിടെ സംഭവിച്ചതായ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരായിരുന്നു. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളുമായിരുന്നു. അവരുടെ യാത്രയിൽ ആശയവിനിമയവും അതിൽ ഒരു വിഷയവും ഉണ്ടായിരുന്നു. ഇവിടെ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ പറയുന്നത്, ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ സംസാരം മാത്രമല്ല, സംസാരവും തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇവിടെ ക്ലയോപ്പാവ് ആന്തരികമായി രോഷം കൊള്ളുന്നു. 18 വാക്യത്തിൽ നമുക്കത് കാണാം. യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് മൂന്നാമനായ യേശു കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഭയം, ആകുലത, സംഭ്രമം, ദുഃഖം, നിരാശ, അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ടും നീ മാത്രം ഇവയൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന ക്ലയോപ്പാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുകയും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയും ചെയ്തിരുന്ന ശിഷ്യന്മാരായിരുന്നു ഇവർ. രണ്ടാമതായിട്ട് പുതിയ നിയോഗം ഏറ്റെടുക്കുന്ന ക്ലയോപ്പാവ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഹയാത്രികനും ഗുരുവും ആതിഥേയനും നല്ല ഒരു കൗൺസിലറും ഒക്കെ ആയി തീരുന്നുണ്ട് ഇവിടെ. അങ്ങനെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് കരുതിയ ഇടങ്ങളിൽ ക്രിസ്തു അന്നും ഇന്നും പ്രത്യക്ഷനാകുന്നുണ്ട്. നമ്മുടെ പിന്മാറ്റത്തിൻ്റെ ഓരോ കാൽച്ചുവടുകളും ദീർഘനിശ്വാസങ്ങളും വേദനകളും തിരിച്ചറിയുന്ന നമ്മുടെ നല്ല സഖിയായ ക്രിസ്തു ഇമ്മാനുവേലായി ഇന്നും നമ്മോടൊപ്പമുണ്ട്. ആ വിശ്വാസമാണ് നമ്മുടെ യഥാർത്ഥ ഉറപ്പും പ്രത്യാശയും ആത്മബലവും. മനുഷ്യബുദ്ധിയിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ ദൈവം പുതിയ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്നവനാണ്. ഇവിടെ ദൈവവചനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ സഹവാസത്തിലൂടെ, അപ്പം മുറിക്കപ്പെടുന്നതിലൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ക്ലയോപ്പാവും സഹശിഷ്യനും പുതിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിനാൽ നമ്മുടെ വഴിയാത്രകളിൽ തനിച്ചായിപ്പോയെന്ന ചിന്ത ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്തരുത്. നമ്മുടെ സഖിയായവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ നമുക്കും സാധിക്കണം. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മരണത്തെ അതിജീവിക്കുന്ന വിശ്വാസവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയും അത് പങ്കുവെക്കുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.